ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് കാര്യം അതിൽ പറയാനായിട്ട് പറ്റും. ബിഗിനിങ് തൊട്ട് പറഞ്ഞു വരുമ്പോഴത്തേനും ഇപ്പോൾ ഹിസ്റ്ററീനെ കുറിച്ച് പറയാം, ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. മേക്കിങ്ങിനെ കുറിച്ച് പറയാം, അതിൽ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസിൽ തന്നെ ചെയർമാൻസ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഓരോ ഡേറ്റ്സ്, ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതിൻ്റെ റീഡിങ്സ് നടന്ന ഡേറ്റ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഫൈനലി അത് സബ്മിറ്റ് ചെയ്ത ഡേറ്റും ഇംപ്ലിമെൻറ്റ് ചെയ്ത അല്ല അഡോപ്റ്റ് ചെയ്ത ഡേറ്റ്സ്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ. അതിന് ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻ്റ് ആണുള്ളത്, എന്തൊക്കെ ആർട്ടിക്കിളാണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ ജാനുവരി 26, 1950. ഈ ഡേറ്റിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ആ നിലവിൽ വന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിനെ മെയിൻലി 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: പാർട്സ്, ഷെഡ്യൂൾസ്, ആർട്ടിക്കിൾസ്. ഇതിൽ ഓരോ പാർട്ടിലാണ് ഓരോ ആർട്ടിക്കിൾസ് വരുന്നത്. അതിനുശേഷം ലാസ്റ്റായിട്ടാണ് ഷെഡ്യൂൾസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴത്തേനും 22 പാർട്സാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 8 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. ഈ 22 പാർട്സിൽ 395 ആർട്ടിക്കിൾസാണ് ഉണ്ടായിരുന്നത്. 395 ആർട്ടിക്കിൾസാണ് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴത്തേനും ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഓരോ അമെൻമെൻറ്റിലൂടെയും അപ്ഡേറ്റ്സിലൂടെയും അതിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തു. എല്ലാ നമ്പേഴ്സും ഇൻക്രീസ് ചെയ്തു. നിലവിൽ പ്രസൻ്റ്ലി 22 പാർട്ട് എന്നുള്ളത് 3 എണ്ണം കൂടി 25 പാർട്സായി. 8 ഷെഡ്യൂൾസ് എന്നുള്ളത് 4 എണ്ണം കൂടി 12 ഷെഡ്യൂൾസായി. 395 ആർട്ടിക്കിൾസ് എന്നുള്ളത് 75 ആർട്ടിക്കിൾസ് കൂടി 470 ആർട്ടിക്കിൾസായി മാറി. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ 1950 22 പാർട്സ്, 8 ഷെഡ്യൂൾസ്, 395 ആർട്ടിക്കിൾസാണ് ഉണ്ടായിരുന്നത്. പ്രസൻ്റ്ലി 25 പാർട്സ്, 12 ഷെഡ്യൂൾസ്, 470 ആർട്ടിക്കിൾസ്. ഇനി ഇതിൽ നമുക്ക് ഓരോ പാർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അടുത്തത് നമുക്ക് പാർട്സ്, ആർട്ടിക്കിൾസ്, അതിൻ്റെ നെയിംസ് ഡിസ്കസ് ചെയ്യാം. പാർട്സിൽ 25 പാർട്സാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് പാർട്ട് ആർട്ടിക്കിൾസ് അതിൽ വരുന്നതെന്ന് പറയുന്നത് 1 to 4 ആണ്. അപ്പോൾ 25 പാർട്സ് ഉള്ളതിൽ 470 ആർട്ടിക്കിൾസ് ഉള്ളതിൽ 1 to 4 ആർട്ടിക്കിൾ, 1 തൊട്ട് 4 വരെയുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പാർട്ട് 1ലാണ് വരുന്നത്. എന്താണ് ആ പാർട്ട് 1ലുള്ളത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഈ കാര്യമാണ് പാർട്ട് 1 അഥവാ ആർട്ടിക്കിൾ 1 to 4 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്. വൺ ടു 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 to 11 അത് പാർട്ട് 2 വരും. 5 to 11 ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പാണ്.
ഫസ്റ്റ് യൂണിയൻ ആൻഡ് ടെറിട്ടറീസിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ആകുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടെറിട്ടറീസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഭാരത് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, അതിൻ്റെ ടെറിട്ടറീസ് ഏതൊക്കെയാണ്, ഇതാണ് പാർട്ട് 1 ആർട്ടിക്കിൾ 1 to 4 ഷെഡ്യൂൾ 1 പറയുന്ന കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പുതിയൊരു സ്റ്റേറ്റ് ഫോം ആവുകയാണെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, സ്റ്റേറ്റ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുന്നത്, പിന്നെ സ്റ്റേറ്റ്സിൻ്റെ നെയിംസ് മാറ്റുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് യൂണിയൻ ആൻഡ് ടെറിട്ടറീസിൽ ആർട്ടിക്കിൾസ് പറയുന്നത് 1 to 4 എന്ന് പറയുന്നത്. അതിനുശേഷം ആർട്ടിക്കിൾ 5 to 11 വരുമ്പോഴത്തേനും കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ആകുന്ന സമയത്ത് സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ്, സിറ്റിസൺഷിപ്പ് അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ പാകിസ്ഥാനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വരുന്ന ആൾക്കാർക്കുള്ള സിറ്റിസൺഷിപ്പ്, പിന്നെ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ബട്ട് റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ, പിന്നെ സിറ്റിസൺഷിപ്പ് പാർലമെൻറ്റിന് റെഗുലേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ്, പിന്നെ ഏതെങ്കിലും കാരണവശാൽ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നാൽ, ക്യാൻസൽ ചെയ്യേണ്ടി വന്നാലുള്ള പ്രൊസീജിയർ, പിന്നെ ഓവർസീസ് സിറ്റിസൺ. ഇങ്ങനെ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഡിഫറൻറ്റ് കണ്ടീഷൻസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 5 to 11 പറയുന്നത്. അത് പാർട്ട് 2 വരുന്നത്. അടുത്തത് പാർട്ട് 3 എന്ന് പറയുന്നത് 12 to 35. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെ 23 ആർട്ടിക്കിൾസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 12 to 35 എന്ന് പറയുമ്പോഴത്തേനും 23 ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ ആർട്ടിക്കിൾസിലാണ് ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ 1-2 ആർട്ടിക്കിൾസ്, ഇപ്പോൾ ആർട്ടിക്കിൾ 12ഉം 13ഉം സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നതുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 33, 34, 35 ഇത് വേറെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതായിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കുറച്ച് കണ്ടീഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിന് ശേഷം ആർട്ടിക്കിൾ 14 to ആർട്ടിക്കിൾ 32 ഇത്രയും ആർട്ടിക്കിൾസാണ് ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇവിടെ 12 to 35 23 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഉണ്ട്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 വരെ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് പാർട്ട് 4. പാർട്ട് 4 36 to 51. ഇതെന്ന് പറയുന്നത് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, അതാണ് DPSP എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 4A. 4A എന്ന് പറയുന്നത് ഇത് അമെൻമെൻറ്റിന് ശേഷം വന്ന ഒരു പാർട്ടും ആർട്ടിക്കിൾസും ആണ്. അതുകൊണ്ടാണ് ഈ 4A എന്ന് വരുന്നത്. അതിന് മുന്നേ 4 കഴിഞ്ഞ് നേരെ 5 ആയിരുന്നു. പക്ഷേ പാർട്ട് 4A എന്ന് പറയുന്നത് അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്ന കാര്യമാണ്. 42nd അമെൻമെൻറ്റിലൂടെയും 1976 86th അമെൻമെൻറ്റ് 2002 ഈ പാർട്ട് 4A എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആ 42 അമെൻമെൻറ്റിലൂടെ 10 ഫണ്ടമെൻ്റൽ റൈറ്റ്സും 86th അമെൻമെൻറ്റ് 2002 ലാസ്റ്റ് 11th ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇത് 4A ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 51A ആണ്. അതിൽ തന്നെയാണ് നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 4A പാർട്ട് 4A 51A എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. മൊത്തം എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 നിലവിൽ.
അടുത്തതെന്ന് പറയുന്നതാണ് പാർട്ട് 5. ഇപ്പോൾ പാർട്ട് 51 വരെ കഴിഞ്ഞ് 51A കഴിഞ്ഞ് അതിനുശേഷം വരുന്നത് 52 മുതൽ 62 വരെ ഡിസ്കസ് ചെയ്യുന്നത് പ്രസിഡൻറ്റിനെ കുറിച്ചാണ്. അതേസമയം 63 മുതൽ 70 വരെ വൈസ് പ്രസിഡൻറ്റ്. '74 മുതൽ 78 വരെ PM ആൻഡ് ക്യാബിനറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 5 പാർട്ട് 5 പറയുന്നത്. അത് ആക്ച്വലി 52 to 78 ആണ്. അതിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 52 മുതൽ 62 വരെ പ്രസിഡൻറ്റിനെ കുറിച്ചും ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, 63 മുതൽ 70 വരെ വൈസ് പ്രസിഡൻറ്റും, 74 to 78 ഈസ് അബൌട്ട് PM ആൻഡ് ദി ക്യാബിനറ്റ്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 1 to 78 പ്രോപ്പറായിട്ടുണ്ട്. ഇതിന് ശേഷം PM ആൻഡ് ക്യാബിനറ്റിന് ശേഷം പാർലമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ പവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ ആർട്ടിക്കിൾ 78 ശേഷം 123, 158 അങ്ങനെ വന്നതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോപ്പറേറ്റീവ്. അത് ആർട്ടിക്കിൾ 243 ആയിട്ട് വരും. അത് ഡിഫറൻറ്റ് അമെൻമെൻറ്റ്സിലൂടെ വന്ന കാര്യങ്ങളാണ്. പിന്നെ ഷെഡ്യൂൾഡ്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. പിന്നെ അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ ലിസ്റ്റാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് പോയിൻറ്റ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1 to 78 ശേഷം ആർട്ടിക്കിൾസിൽ ഇവിടെ ഒരു ബ്രേക്ക് വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോപ്പറേറ്റീവ്സ്. അതിന് ശേഷം പറയാവുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പിന്നെ നാഷണൽ എമർജൻസി, പിന്നെ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ CAA, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്സ്, അതെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ എമർജൻസി, അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് മൂന്നും വരുന്നത് ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പാർട്ട് 15 ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് 5 ശേഷം വീണ്ടും 9 പാർട്സ് കൂടിയുണ്ട്. അതിന് ശേഷമാണ് 15 വരുന്നത്, 15th പാർട്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 324. ഇത് ഇലക്ഷൻ കമ്മീഷൻ. അടുത്ത 18 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352, നാഷണൽ എമർജൻസി. അതിനുശേഷം പാർട്ട് 20 എന്ന് പറയുന്നത് 368, അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിനിടയ്ക്ക് അഡീഷണലായിട്ട് വരാവുന്ന കാര്യം നേരത്തെ പറഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോപ്പറേറ്റീവ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഫസ്റ്റ് പറഞ്ഞിട്ട് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം കൂടുതലായിട്ടും ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് ആർട്ടിക്കിൾസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാട്ട് ഈസ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ഇൻ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 22,
ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോൾ വേണേൽ മാറാം. ഇപ്പോൾ ആർട്ടിക്കിൾ 60 എന്താണെന്ന് ചോദിക്കാം, അത് പ്രസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം 52-നും 62-നും ഇടയ്ക്ക് വരുന്നതാണ് 60. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകാതിരിക്കാനും പോയിൻ്റ് ഔട്ട് ചെയ്യാനും സ്കിം ചെയ്ത് എടുക്കാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ ആർട്ടിക്കിൾ 21 ചോദിച്ചു കഴിഞ്ഞാൽ അത് 12-നും 35-നും ഇടയ്ക്കാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഒരെണ്ണമാണ്, ഏത് റൈറ്റിൽ വരും, അങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ നിന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി 23 ആർട്ടിക്കിൾസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സെക്ഷൻ എവിടെയാണ്? പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35. മൊത്തം എത്ര ആർട്ടിക്കിൾസാണ് ഇവിടെ ഉള്ളത്? 23 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്, അതിൻ്റെ ആർട്ടിക്കിൾ 12-ൻ്റെ പേരാണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്താണെന്ന് പറയുന്നതല്ല, ദ റൈറ്റ്സ് ആപ്ലിക്കബിൾ ടു ദ യൂണിയൻ, എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ബോഡീസ്. അതായത് ഓരോ പാർട്ടിനും, ഇന്ത്യ എന്ന ഒരു കൺട്രിയുടെ മെയിൻ ഓരോ പാർട്ടിനും, അതിൻ്റെ സെൻട്രൽ പാർട്ട്, അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ്, അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്, ഓരോ ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ, പിന്നെ അതിൻ്റെ ലോക്കൽ ബോഡീസ്, ഇതിനെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൈറ്റ്സ്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ചില കാര്യങ്ങളിൽ സെൻട്രലിന് കയറി ഇടപെടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സ്റ്റേറ്റിന് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 12 ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റൈറ്റ്സ് ആപ്ലിക്കബിൾ ടു ദ യൂണിയൻ, executives, states and local bodies, etc. States and local bodies, etc. ഇതാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ, ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. ദ റൈറ്റ്സ് വിച്ച് ആർ ആപ്ലിക്കബിൾ ടു ദ യൂണിയൻ, സ്റ്റേറ്റ്സ്, എക്സിക്യൂട്ടീവ്സ് ആൻഡ് ലോക്കൽ ബോഡീസ്. അടുത്തത് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ആക്ട് or laws which are against the fundamental rights before or after independence is void. അതായത് ഏതൊരു ആക്റ്റും അല്ലെങ്കിൽ ലോയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡൻസിന് മുന്നോ ശേഷമോ വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല. ദ ആക്ട് ഓർ ലോസ് വിച്ച് ആർ എഗെയിൻസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബിഫോർ ഓർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈസ് വോയിഡ്. ഇൻഡിപെൻഡൻസിന് മുൻപോ ശേഷമോ വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഏതൊരു ആക്റ്റും അല്ലെങ്കിൽ ലോയും വാലിഡ് അല്ല. അതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ദ ആക്ട് ഓർ ലോസ് വിച്ച് ആർ against
the fundamental rights. The acts or laws which are against the fundamental rights before or after independence is void. The acts or laws which are against the fundamental rights before or after the independence is void. ഇതാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് മുന്നേ ആയിട്ട് വരുന്ന രണ്ട് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 12ഉം ആർട്ടിക്കിൾ 13ഉം. ഒരെണ്ണം ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, ഒരെണ്ണം ആക്ട്സ് ആൻഡ് ലോസ് വിച്ച് ആർ വോയിഡ്. അപ്പോൾ ഇനിയാണ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്. The 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അത് ഓരോന്നായിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 to 18. ആർട്ടിക്കിൾ 14 to 18 4 ആർട്ടിക്കിൾ കൂടി ചേരുന്നതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി, ഇതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ 19 to 22, ഇതാണ് റൈറ്റ് ടു ഫ്രീഡം. അടുത്തത് ആർട്ടിക്കിൾ 23 to 24, ഇതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അടുത്തത് 24-ന് ശേഷം ആർട്ടിക്കിൾ 4th ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 to 28, 3 ആർട്ടിക്കിൾസ് കൂടി ചേരുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അത് കഴിഞ്ഞ് 5 എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 29 to 30. 29ഉം 30ഉം 2 ആർട്ടിക്കിൾസ്. അത് കൂടിച്ചേരുന്നതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അടുത്ത 6th ആൻഡ് ലാസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇനി ഈ ഓരോ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും അതിലെ സബ് ആർട്ടിക്കിൾസ് അത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് വരുമ്പോഴത്തേനും റൈറ്റ് ടു ഇക്വാളിറ്റി, അതിൽ 5 ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. 14 to 18 എന്ന് പറയുമ്പോഴത്തേനും 14, 15, 16, 17, 18 5 ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അത് 5ഉം നമുക്ക് ഓരോന്നായി റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന ടോപ്പിക്കിൽ ഈ 5 എണ്ണം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി.
അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റിയിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 പറയുന്നതെന്ന് വെച്ചാൽ ഇക്വാളിറ്റി ബിഫോർ ലോ. ഇക്വാളിറ്റി ബിഫോർ ലോ, ലോയ്ക്ക് മുന്നിൽ എല്ലാ ആൾക്കാർക്കും ഉള്ള ഇക്വാലിറ്റി. ഈച്ച് വൺ ഓഫ് ദ പേഴ്സൺ ഈസ് ഈക്വൽ ബിഫോർ ലോ എക്സെപ്റ്റ് പ്രസിഡൻറ്റ് ആൻഡ് ഗവർണർ. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ആർട്ടിക്കിൾ പറയുമ്പോഴും അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഒറിജിനായിട്ടുള്ള ഒരു ടേമാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷ് ഒറിജിനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് US ഒറിജിനിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും ഇക്വാലിറ്റി ബിഫോർ ലോയിൽ ആർട്ടിക്കിൾ 14 വരുന്ന കാര്യമാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഇതാണ് ആർട്ടിക്കിൾ 14 വരുന്നത്. പക്ഷേ എക്സെപ്ഷൻസ് ഉള്ളത് ആർക്കൊക്കെയാണ്? പ്രസിഡൻറ്റ്, ഗവർണർ, അംബാസിഡർ, ഫോറിൻ ഡിപ്ലോമാറ്റ്സ്, ഇത്രയും ആൾക്കാർക്ക് ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ആർട്ടിക്കിൾ എടുക്കുമ്പോഴത്തേനും അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഓരോ കാര്യങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ഇവിടെ ഓരോ ആർട്ടിക്കിൾ എന്താണ്, അതിൻ്റെ ബേസിക് ഐഡിയ എന്താണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. അത് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ വരുന്നു. അതിൻ്റെ ആർട്ടിക്കിൾ 14 എന്താണ്, എസെൻഷ്യലി എന്താണ്, ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അപ്പോൾ ലോയുടെ ഇക്വാലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. ഇതെന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണെങ്കിൽ നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റൈസ്, റിലീജിയൻ, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. പിന്നെ ഓരോ പ്ലേസിൽ ഇപ്പോൾ ഹോട്ടൽസ്, പബ്ലിക് പ്ലേസസ്, ഷോപ്സ്, ഇവിടെയൊന്നും ഡിസ്ക്രിമിനേഷൻ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് SC ആൻഡ് ST. പിന്നെ സ്റ്റേറ്റ് ഷുഡ് എംപവർ വുമൺ ആൻഡ് ചിൽഡ്രൻ. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആർട്ടിക്കിൾ 15 റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് സിമ്പിളായിട്ട് പറയുമ്പോൾ അതിനുള്ളിൽ വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അത് പറയാനാണ് ആ ഐഡിയ കൺവേ ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ കാസ്റ്റ്, റേസ്, ഇങ്ങനെ ഓരോ പ്ലേസ് ഓഫ് ബർത്ത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെ പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല ഒന്ന്. പിന്നെ പബ്ലിക് പ്ലേസസിൽ ഈ ഡിസ്ക്രിമിനേഷൻ പാടില്ല. പിന്നെ SC ആൻഡ് ST വിഭാഗത്തിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടി സ്റ്റേറ്റ് വർക്ക് ചെയ്യണം. പിന്നെ വുമൺ ആൻഡ് ചിൽഡ്രനെ എംപവർ ചെയ്യാനും സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും 4 കാര്യങ്ങൾ റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നുണ്ട് ആർട്ടിക്കിൾ 15. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാളിറ്റി ഓഫ് ഇപ്പോൾ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതിനുശേഷം ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പോൾ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, 17 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അടുത്തത് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നതാണ്. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇപ്പം ഇത്രയാണ് ആർട്ടിക്കിൾ 14 to 18. ഈ 5 ആർട്ടിക്കിൾസാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ ഇതോടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് കഴിഞ്ഞ്, റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ്. ഇനി അടുത്തത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്, റൈറ്റ് ടു ഫ്രീഡം. 3 ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 19, 20, 21, 22, 4 ആർട്ടിക്കിൾസാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നത്. റൈറ്റ് ടു ഫ്രീഡം.
അതിൽ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 90. ഈ റൈറ്റ് ടു ഫ്രീഡത്തിന് നമുക്ക് 6 ഡെമോക്രാറ്റിക് ഫ്രീഡം എന്ന് പറയാം. റൈറ്റ് ടു 6 ഡെമോക്രാറ്റിക് ഫ്രീഡംസ്. ഇപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 to 22 ആണ്. അത് ആകെ 4 ആർട്ടിക്കിൾസേ ഉള്ളൂ. അപ്പോൾ ഈ 6 ഡെമോക്രാറ്റിക് ഫ്രീഡം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 19-ന് 6 ആയിട്ട് സബ് പാർട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 19(1) എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതാണ് ആർട്ടിക്കിൾ 19(1) എന്ന് പറയുന്നത്. ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനാണ്. അത് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരും. അത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അത് വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ സെക്കൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റിൽ റൈറ്റ് ടു ഫ്രീഡത്തിൽ ഫസ്റ്റ് പാർട്ടാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആർട്ടിക്കിൾ 19(1) ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിൻ്റ് ചെയ്യാനായിട്ട് ഈ ഒരു റൂട്ടിൽ കൂടി വരണം. അത് അത് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊന്നാണ്, ഫണ്ടമെൻ്റൽ റൈറ്റിലൊന്നാണ്, പാർട്ട് 3-ലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ആർട്ടിക്കിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ പോയിൻ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തത് ആർട്ടിക്കിൾ 19(2) എന്ന് പറയുന്നതാണ് ഫ്രീഡം ഓഫ് അസംബ്ലി. അപ്പോൾ ആർട്ടിക്കിൾ 19(2) എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് അസംബ്ലി. അതായത് നമുക്കൊരു സ്ഥലത്ത് സംഘടിക്കാനും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ടു അസംബിൾ എനി മീറ്റിംഗ് പീസ്ഫുള്ളി. റൈറ്റ് ടു അസംബിൾ എനി മീറ്റിംഗ് പീസ്ഫുള്ളി. അതാണ് ഫ്രീഡം ഓഫ് അസംബ്ലി എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 19(3) എന്ന് പറയുന്നതാണ് ഫ്രീഡം to form association or union. Freedom to form associations or unions. അടുത്തത് ആർട്ടിക്കിൾ 19(4) ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഫ്രീഡം ടു മൂവ് ഫ്രീലി ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അതാണ് ആർട്ടിക്കിൾ 19(4) എന്ന് പറയുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അടുത്തത് ആർട്ടിക്കിൾ 19 പാർട്ട് 5 ഫ്രീഡം ഓഫ് റെസിഡൻസ്. റൈറ്റ് ടു സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അതാണ് ഫ്രീഡം ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നത്. ഫ്രീഡം ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ റൈറ്റ് ടു സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അതാണ് ആർട്ടിക്കിൾ 19(5) എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 19(6) ഫ്രീഡം ടു ചൂസ് എനി പ്രൊഫഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ എക്സെപ്റ്റ് സ്റ്റീലിംഗ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഫ്രീഡം ടു ചൂസ് എനി ഫ്രീഡം ടു ചൂസ് എനി പ്രൊഫഷൻ. ഇതാണ് ആർട്ടിക്കിൾ 19(6) എന്ന് പറയുന്നത്. ഇതോടെ 6 ഡെമോക്രാറ്റിക് ഫ്രീഡംസ് കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് 6 ഡെമോക്രാറ്റിക് ഫ്രീഡംസ്? 1 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, 2 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് അസംബ്ലി, 3 എന്ന് പറയുന്നത് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ്, 4th ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, 5th ഫ്രീഡം ഓഫ് റെസിഡൻസ്, 6th എന്ന് പറയുന്നത് ഫ്രീഡം ടു ചൂസ് എനി പ്രൊഫഷൻസ്. അപ്പോൾ ഈ 6 ഫ്രീഡംസ് കൊണ്ട് ആർട്ടിക്കിൾ 19 കംപ്ലീറ്റ് ആയി. അതിനുശേഷം ആർട്ടിക്കിൾ 20 ആണ് വരുന്നത്. ഇനി ആർട്ടിക്കിൾ 20, 21, 22 ഇത്രയുണ്ട് റൈറ്റ് ടു ഫ്രീഡത്തിൻ്റെ ടേംസിൽ വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്
പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ്. ഒരാളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നേരെ പിടിച്ച് തൂക്കിക്കൊല്ലാനൊന്നും പറ്റത്തില്ല. അപ്പം അതിൽ കറക്റ്റായിട്ടൊരു പ്രൊസീജിയറുണ്ട്. അയാൾക്ക് ഒഫൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന കാര്യമുണ്ട്. സിംഗിൾ ഒഫൻസിന് നോ ഡ്യുവൽ പണിഷ്മെൻറ്റ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. പ്രൊട്ടക്ഷൻ in respect of conviction of offenses. ആർട്ടിക്കിൾ 20 പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. അതിൽ ഫോർ സിംഗിൾ ഒഫൻസ് ദെയർ ഇസ് നോ ഡ്യുവൽ പണിഷ്മെൻറ്റ്. എ പേഴ്സൺ ക്യാൻ ബി പണിഷ്ഡ് ആസ് പെർ ദ ഇന്ത്യൻ ലോസ് ഓൺലി. അപ്പോൾ അതിൽ ആർട്ടിക്കിൾ 21, 2, 3 എന്ന് പറയുന്ന 3 സബ് പാർട്ട് ആർട്ടിക്കിൾ 20-ക്കുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊട്ടക്ഷൻ ഇൻ കേസ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ് ആണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അടുത്ത 21A എന്ന് പറയുന്നത് ഇത് അമെൻമെൻറ്റിലൂടെ വന്നൊരു കാര്യമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് 6 to 14. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. (6 to 14 years). ഇത് 86 അമെൻമെൻറ്റിലൂടെ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വന്നതുപോലെ തന്നെ വന്നൊരു കാര്യമാണ് ഈ 21A എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അത് 51A ആണ്. ഇത് 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇനി 21 ശേഷം ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് തക്കതായ കാരണം വേണം. ഒരു കാര്യമില്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. അറസ്റ്റ് ചെയ്ത് വെച്ചാൽ തന്നെ അതിനുള്ള പ്രൊസീജിയർ 24 hours മജിസ്ട്രേറ്റിൽ ഹാജരാക്കണം. അവിടുന്ന് ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റഡിയിലോട്ട് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ 22 ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരുവിധ തെളിവില്ലാത്ത രീതിയിൽ ഒരാളെ ഉപദ്രവിക്കാനായിട്ട് ഈ ലോസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അപ്പോൾ ഇതോടുകൂടി റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ പ്രൊട്ടക്ഷനിൽ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനിൽ തന്നെ ഇപ്പോൾ ഒരാളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സീരിയസ് ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ എന്നാൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാത്ത ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നവരെ അയാൾക്ക് ഈ റൈറ്റ് ടു ഫ്രീഡം ആപ്ലിക്കബിളാണ്. കമ്മിറ്റ് ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ആപ്ലിക്കബിൾ ആകത്തില്ല. ആളെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കറക്റ്റല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പോൾ ഇത്രയും വന്നപ്പോഴത്തേനും ആർട്ടിക്കിൾ ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാര്യം, സെക്കൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഇതോടെ കഴിഞ്ഞു. ഇനി വരുന്ന തേർഡ് ഫണ്ടമെൻ്റൽ റൈറ്റാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23 and 24, 2 ആർട്ടിക്കിൾസ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ.
അപ്പോൾ ഇതിൽ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ നമ്മൾ പറഞ്ഞു 2 ആർട്ടിക്കിൾസാണ് വരുന്നത്, ആർട്ടിക്കിൾ 23, 24. ആർട്ടിക്കിൾ 23 എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ trafficking and forced labor. Prohibition of human trafficking and forced labor. അടുത്ത ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. പ്രൊഹിബിഷൻ ഓഫ് employment of children. ഇപ്പോൾ ഫാക്ടറീസ്, മൈൻസ്, അതുപോലെ ഹസാർഡസ് എൻവയോൺമെൻറ്റിൽ ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് 14 years ഈസ് പ്രൊഹിബിറ്റഡ്. എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അണ്ടർ 14 ages ഇൻ ഹസാർഡസ് എൻവയോൺമെൻറ്റ് ഈസ് പ്രൊഹിബിറ്റഡ്. അതാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇതുകൊണ്ട് തേർഡ് റൈറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഫോർത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ 4 ആർട്ടിക്കിൾസാണ് വരുന്നത്, ആർട്ടിക്കിൾ 25, 26, 27, 28. അപ്പോൾ അതിൽ 24 ശേഷം ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് കൺസൈസ്, പ്രൊപ്പഗേഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് റിലീജിയൻ. freedom of conscience, propagation and practice of religion. ഫ്രീഡം ഓഫ് കൺസൈൻസ്, പ്രൊപ്പഗേഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് റിലീജിയൻ. ഇതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 26, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസ്. ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസ്. അടുത്ത ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ടാക്സസ് ടു മാനേജ് റിലീജിയസ് അഫെയർസ്. അപ്പോൾ ഫ്രീഡം ടു റിലീജിയനിൽ ഓരോ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള റൈറ്റ് 25, റിലീജിയസ് അഫെയർസ് മാനേജ് ചെയ്യാനുള്ള അതിൻ്റെ കാര്യങ്ങൾ ഓരോ റിലീജിയനെ ബേസ്ഡായിട്ട് ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ ഫെസ്റ്റിവൽസൊക്കെ സംഘടിപ്പിക്കാനുള്ള റൈറ്റ്, അങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് 26ഉം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള റിലീജിയസ് അഫെയർസിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ടാക്സ് എക്സംഷൻ ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ഫ്രീഡം ഫ്രം ടാക്സസ്, ഫ്രീഡം ഫ്രം ടാക്സസ് ടു മാനേജ് റിലീജിയസ് അഫെയർസ്. ഫ്രീഡം ഫ്രം ടാക്സസ് ടു മാനേജ് റിലീജിയസ് അഫെയർസ്. അടുത്തത് ആർട്ടിക്കിൾ 28, ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സ്കൂൾസ്, കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലീജിയസ് ടീച്ചിങ്സ് ഈസ് പ്രൊഹിബിറ്റഡ്. പിന്നെ സ്കൂൾസ് ഫുള്ളി മെയിൻറ്റൈൻഡ് ബൈ ഗവൺമെൻറ് ആണെങ്കിൽ റിലീജിയസ് ടീച്ചിങ്സ് പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷേ ട്രസ്റ്റ്
ട്രസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ കുറച്ചൊക്കെ പെർമിറ്റഡ് ആണ്, റിലീജിയസ് ടീച്ചിങ്സ് പെർമിറ്റഡ് ആണ്. ഇതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അപ്പോൾ ഒരാളെ നിർബന്ധിച്ച് ഒരു റിലീജിയസ് പ്രാക്ടീസ്, ഒരു റിലീജിയസ് ഇൻസ്ട്രക്ഷൻ, റിലീജിയസ് ടീച്ചിങ്ങിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് നിർബന്ധിക്കാനായിട്ട് പറ്റത്തില്ല. ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ, ഒരാളുടെ സ്വന്തം താല്പര്യപ്രകാരം മാത്രമേ ഒരു റിലീജിയസ് ടീച്ചിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇതോടെ 4ാമത്തെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കംപ്ലീറ്റ് ആയി. ഇനി വരുന്നത് 29 to 30. അടുത്ത 2 ആർട്ടിക്കിൾസ് ആണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, അതിൽ 2 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്, ആർട്ടിക്കിൾ 29 30. ആർട്ടിക്കിൾ 29 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. അടുത്ത ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ്, റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 30. ഇതാണ് 5th ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. അപ്പോൾ ഇതുവരെ ആർട്ടിക്കിൾ 30 വരെ ഡിസ്കസ് ആയി. 12 to 30 ആണ് ഇതുവരെ ആയത്. ഇനി 31. അപ്പോൾ ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെയല്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 31 വാസ് കോൾഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നൗ റിമൂവ്ഡ്. It is removed from fundamental right. It is removed from fundamental rights. ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം അത് ലീഗൽ റൈറ്റ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ബൈ 44th Amendment Act 1978. അതായത് 300A എന്ന് പറയുന്ന ആർട്ടിക്കിളിലോട്ട് ഇത് ലീഗൽ റൈറ്റ്സ് ആയിട്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ഏത് അമെൻമെൻറ്റിലൂടെയാണ്? 44th Amendment 1978. അതാണ് ആർട്ടിക്കിൾ 31 കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 32. ഇത് 6th ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതിൽ തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ആർട്ടിക്കിൾ 32(1) എന്ന് പറയുന്നത് എ പേഴ്സൺ ക്യാൻ അപ്രോച്ച് ദ ജുഡീഷ്യറി.
റൈറ്റ്സും ലോസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ജുഡീഷ്യറി. ഉറപ്പുവരുത്തുന്ന ആരാണ്? ജുഡീഷ്യറി. എ പേഴ്സൺ ക്യാൻ അപ്രോച്ച് ജുഡീഷ്യറി ഫോർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷൻ. ദ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷൻ. ഇതാണ് ആർട്ടിക്കിൾ 32(1) പറയുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ എ പേഴ്സൺ ക്യാൻ അപ്രോച്ച് ദ ജുഡീഷ്യറി ഫോർ ഹിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേഷൻ. ഇനി ആർട്ടിക്കിൾ 32(b) അല്ലെങ്കിൽ 32(2) എന്ന് പറയുന്നത് ഇറ്റ് ടെൽസ് അബൌട്ട് ദി 5 റിട്സ്. 5 റിട്സ്, റൈറ്റ്സ് അല്ല, റിട്സ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ the Supreme Court, which are issued by the Supreme Court or High Court. ഏതൊക്കെയാണ് 5 റിട്സ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്. സെക്കൻഡ് മാൻഡമസ്. തേർഡ് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ. ഫോർത്ത് എന്ന് പറയുന്നത് ക്യോ വാറൻറ്റ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് സെർട്ടിയോററി. ഇത്രയാണ് കോർട്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 5 റിട്സ് എന്ന് പറയുന്നത്. ഇതിന് ഓരോന്നിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ദ ബോഡി എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ദ അറസ്റ്റഡ് പേഴ്സൺ ഷുഡ് ബി പ്രസൻറ്റഡ് ബിഫോർ ദി കോർട്ട്. ഇതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇനി മാൻഡമസ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഓഫീസർ, ഒരു പർട്ടിക്കുലർ ഓഫീസ് ഹോൾഡർ അയാളുടെ ലീഗൽ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴാണ് മാൻഡമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരാളുടെ റൈറ്റ് വയലേറ്റ് ആകുമ്പോഴാണ് മാൻഡമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ഓർഡർ. ദ റിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഹയർ കോർട്ട്. ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ഒരു ഓർഡർ സുപ്രീം കോർട്ടിന് ഡിനേ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇപ്പോൾ ഒരു ഹയർ കോർട്ട് ഒരു ലോവർ കോർട്ടിൻ്റെ കേസ് കൺസിഡർ ചെയ്യുന്നതിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ദ റിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ ഹയർ കോർട്ട് വെൻ എ ലോവർ കോർട്ട് ഹാസ് കൺസിഡേർഡ് എ കേസ് ഗോയിങ് ബിയോണ്ട് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ഒരു ലോവർ കോർട്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ ബിയോണ്ടായിട്ട് വരുന്ന, അതിൻ്റെ ജൂറിസ്ഡിക്ഷന് പരിധിക്ക് മേലെ വരുന്ന ഒരു കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്താണ് പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യുന്നത്. പ്രൊഹിബിഷൻ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഹയർ കോർട്ട്. ഇപ്പോൾ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഒരു കേസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ജൂറിസ്ഡിക്ഷന് പരിധിക്ക് പുറത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിന് പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് തേർഡ് റിട്ട് എന്ന് പറയുന്നത്. അടുത്ത ഫോർത്ത് എന്ന് പറയുന്നത് ക്യോ വാറൻറ്റോ. ഇപ്പോൾ ഒരു ഓഫീസർ പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ആൾ ആ പോസ്റ്റിന് ഹോൾഡ് ചെയ്യാൻ അർഹനല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കോർട്ടിന് ക്യോ വാറൻറ്റോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വിച്ച് ഡിനൈസ് ദാറ്റ് പേഴ്സൺ ഫ്രം ആക്ടിങ് ആസ് ആൻ ഓഫീസ് ഹോൾഡർ. ഇതാണ് ക്യോ വാറൻറ്റോ എന്ന് പറയുന്നത്. ഇനി സെർട്ടിയോററി എന്ന് പറയുന്നത് ഒരു ഹയർ കോർട്ട് ഒരു ലോവർ കോർട്ടിന് അതിൽ ഒരു ഓൺഗോയിങ് കേസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നതാണ് സെർട്ടിയോററി എന്ന് പറയുന്നത്. ഒരു ഓൺഗോയിങ് കേസിന് അതിൻ്റെ പരിധിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സെർട്ടിയോററി റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 റിട്സ് വിച്ച് ആർ 5 റിട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി കോർട്ട്സ്, ഐദർ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്. അപ്പോൾ ഇതുവരെ ആർട്ടിക്കിൾ 12 to 32 ആയി. ഇനിയുള്ളത് 33, 34, 35. ഈ 3 കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇനി ആർട്ടിക്കിൾ 33 എന്താണെന്ന് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 33 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു റെസ്ട്രിക്റ്റ് റൈറ്റ്സ് ഓഫ് ദി ഫോഴ്സസ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിഫൻസ് ഫോഴ്സ് ആക്ട് 1950, പോലീസ് ആക്ട് 1966. ഇത് രണ്ടുമാണ് ആർട്ടിക്കിൾ 33 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ
34. ആർട്ടിക്കിൾ 34 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഷ്യൽ ലോ എൻഫോഴ്സ് ചെയ്ത സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാം. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 34 പറയുന്നത്. ഒരു എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും നാഷണൽ എമർജൻസി സിറ്റുവേഷനിൽ മാർഷ്യൽ ലോ എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാം. അതാണ് ആർട്ടിക്കിൾ 34 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 35 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 35 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു മേക്ക് ലോസ് വിച്ച് ആർ നെസസറി ടു ഇംപ്ലിമെൻറ്റ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ലോസ് ഇനി നീഡഡ് ആണെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിന് അത് അതിൻ്റെ പ്രോപ്പർ വേയിലൂടെ ലോ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ഡിനേ ചെയ്യുന്ന രീതിയിലായിട്ടാണ് അത് വരുന്നതെങ്കിൽ, ഹാമ്പർ ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വോയിഡാണ്. അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായതാണ് ആർട്ടിക്കിൾ 13 ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ദ ലോസ് ഓർ ആക്ട് ഓർ ലോസ് വിച്ച് ആർ അഗെയിൻസ്റ്റ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓൺ ഓർ ബിഫോർ ഇൻഡിപെൻഡൻസ് ഈസ് വോയിഡ്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള, എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ഏതൊരു ലോയും മേക്ക് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. അതാണ് ആർട്ടിക്കിൾ 35 പറയുന്നത്. ഇത് ഇത്രയും കൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനാണെങ്കിൽ പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 35 എന്ന് പറയുന്നത് DPSPയും പാർട്ട് 4A ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമാണ്. അതിനുശേഷം പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, PM ആൻഡ് ക്യാബിനറ്റ്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ച് മാത്രം പറഞ്ഞു. കുറച്ച് നമ്മളിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 to 5 പ്രോപ്പറായിട്ടുണ്ട്. അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്കിപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പ്രസിഡൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഓരോ ആർട്ടിക്കിൾസ് 12, 13 പറഞ്ഞു. അതിനുശേഷം 14 to 32, അത് കഴിഞ്ഞ് 33, 34, 35. ഇതിൽ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ തന്നെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന കാറ്റഗറി ഉണ്ട്. അതിൽ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനുശേഷം 5 റിട്സിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ 33, 34, 35. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റിലെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.